ചേട്ടാ നമസ്കാരം. നമസ്കാരം. മലയാളത്തിലെ ഏകദേശം എല്ലാ സർവേകളും പുറത്തു വന്നു കഴിഞ്ഞു. മനോരമ വന്നു, ഏഷ്യാനെറ്റ് വന്നു, ബിഗ് ടി വി സർവേ വരെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സർവേകൾക്കും വ്യാപകമായിട്ടുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിലും സർവേകളിലെ കൊമ്പൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്, മാതൃഭൂമി സർവേ. ഈ മാതൃഭൂമി ന്യൂസിന്റെ ഒരു സർവേ പുറത്തു വന്നിരിക്കുന്നത്, നമ്മുടെ ഈ സർവേകളെല്ലാം നടത്തുമ്പം മാതൃഭൂമി ന്യൂസ് ഒറ്റയ്ക്കല്ലല്ലോ നടത്തുന്നത്, അവർക്ക് അതിനുള്ള കെൽപ്പില്ല. ഇവര് വിവിധ ഏജൻസികളെ സമീപിക്കും. ഇപ്പൊ നമ്മൾ ഈ ABVP ആക്സിസ് സർവേ, മെട്രിസ് സർവേ എന്നൊക്കെ കേട്ടിട്ട്, അപ്പൊ അതുപോലെ മാതൃഭൂമി സമീപിച്ച ഏജൻസിയാണ് കോർ. ഈ ഏജൻസി കോർ ഏത് ഏജൻസിയാണെന്ന് ഇപ്പൊ നാട്ടുകാർ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഫേസ്ബുക്ക് പേജോ സൈറ്റുകളോ ഒന്നും തന്നെ ലഭ്യമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. ഞാൻ സെർച്ച് ചെയ്തിട്ട് പോലും ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ നന്നായിരുന്നു. എന്തായാലും സിറ്റിസൺസ് ഒപ്പീനിയൻ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ, കോർ എന്നാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു വിളിപ്പേര് എന്ന് പറയുന്നത്. ഈ കോറിന്റെ ഈ സർവേ ആണ് ഏറ്റവും ബഹുരസം എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രോളിക്കൊണ്ടിരിക്കുന്ന ഈ മാതൃഭൂമിയുടെ സർവേ ആണ്. കാരണം നമ്മളൊരു സർവേ നടത്തുന്നത് എന്തിനാണ് ബീച്ചേട്ടാ? അതായത് ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടെങ്കിൽ, ഒരു ബലാബലം ഉണ്ടെങ്കിൽ അവിടെ ആർക്കായിരിക്കും ഒരു എഡ്ജ് എന്നൊക്കെ നമുക്കറിയാനാണ് ഒരു സർവേ നടത്തുന്നത്. പക്ഷേ മാതൃഭൂമി സർവേ എന്ന് പറയുന്നത് ഭയങ്കര രസകരമാണ്. മാതൃഭൂമി സർവേ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ LDF ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF ജയിക്കും. അപ്പൊ UDFും ജയിക്കും. BJPയും ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ നമ്മുടെ കലാഭവൻ മണിയുടെ പഴയ ഒരു സ്കിറ്റൊട്ട് കേട്ടോ. കലാഭവൻ മണി വെള്ളമടിച്ചിങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുകയാണ്. ആ വീട്ടിലാണെങ്കിൽ പാചകം നടക്കുകയാണ്. അടുത്ത ദിവസം കല്യാണമാണ്, കല്യാണത്തിനുള്ള പാചകമാണ്. അപ്പൊ അടുത്ത് വന്ന ഒരാൾ ചോദിക്കും, 10 പറ അരി ഇടാല്ലേ എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞ് പാചകക്കാരനായിട്ട് കലാഭവൻ നിൽക്കുകയാണ്, കലാഭവനി പറയും 10 പറ അരി ഇടാം എന്ന് പറയും. അപ്പൊ അയാൾ ചോദിക്കും, പോരായ്മ വരും. അപ്പൊ 10 പറ അരി ഇടണ്ടല്ലേ? 10 പറ അരി ഇടണ്ട. അപ്പൊ പോരായ്മ ഒന്നല്ല, പോരായ്മ വരും. അപ്പൊ അയാൾ പറയും, അല്ല ഈ അരിയൊക്കെ ഇട്ടാലേ ഇത് ആൾക്കാർ നമ്മൾ കഴിച്ചില്ലെങ്കിൽ കുഴിച്ചുമൂടേണ്ടി വരും. പിന്നെ അപ്പൊ 10 പറ അരി ഇടണ്ടല്ലേ? 10 പറ അരി ഇടണ്ട എന്നതുപോലെയാണ് മാതൃഭൂമിയുടെ സർവേ പോകുന്നതെന്നാണ് ഏറ്റവും രസകരം. ഇതിൽ LDF ജയിക്കുമെന്ന് ചോദിച്ചാൽ 66 മുതൽ 78 സീറ്റ് വരെ LDF നേടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിൽ 62 സീറ്റ് LDFന് ഷുവറാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ UDF പറയുകയാണെങ്കിൽ 62 മുതൽ 72 സീറ്റ് വരെ UDF നേടാം. ഇതിൽ 48 സീറ്റ് UDFന് ഷുവറാണ്. ഇനി NDAയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ബലാബലം, NDA ഭയങ്കര ബലാബലത്തോടെ നിൽക്കുന്നു എന്നാണ് ഈ സർവേ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കോറന്ന് പറഞ്ഞ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു സർവേയുടെ സർവേ ഉണ്ട് പാലക്കാടിന്. ഇവര് പാലക്കാട് എന്നാണ് പറയുന്നതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. അപ്പൊ അതിനകത്ത് അവര് പറയുന്നത് പാലക്കാട് പൊരിഞ്ഞ പോരാട്ടമാണ്. അവിടെ പിഷാരടി അവർ ജയിപ്പിച്ചു. അപ്പൊ അവര് പറയുന്നു, അപ്പൊ ഇതിനകത്തൊരു കോട്ടും സൂട്ടും ഇട്ടു. അയാളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അയാളാണ് ഈ കോർ ഗ്രൂപ്പിന്റെ സർവേ തലവൻ. പിന്നെ നമ്മുടെ അഭിലാഷ് മോഹനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഞാൻ പിരാരി പോയിരുന്നു. പിരാരി പഞ്ചായത്തുണ്ട് പാലക്കാട്, കണ്ണാടി പിരാരി. അപ്പൊ അതെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾ വളരെ കൂടുതലുള്ള ഒരു പഞ്ചായത്താണത്. അവിടെ പോയി ഞാൻ സർവേ നടത്തി. അവരോട് ഞാൻ ചോദിച്ചു, ആരാണ് ഇവിടെ നിങ്ങൾ ജയിപ്പിക്കുന്നത്? സ്വാഭാവികമായി കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷം, ക്രിസ്ത്യനായാലും മുസ്ലിമായാലും ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവരാരെങ്കിലും BJP കൂട്ടിയോ എന്ന് പറയുമോ? മനുഷ്യ ആരും ചെയ്യാറില്ലല്ലോ. ചെയ്തിട്ടും ഇല്ല, ചെയ്യത്തും ഇല്ല, ചെയ്യാനും പോകുന്നില്ല. അവിടെ നിന്നിട്ട് ഞാൻ ചോദിച്ചു. പിന്നീട് 18 വയസ്സിനും 30 വയസ്സിനുള്ള സ്ത്രീകളെല്ലാം പിഷാരടിയുടെ ഒരു വലിയ ഫാനാണ്. സംഭവം ശരിയായിരിക്കും, യൂട്യൂബ് ഒക്കെ കാണുന്നവർക്ക് ഞാനും ഫാനാണ് പിഷാരടിയുടെ. അദ്ദേഹത്തിന് കോമഡി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫാനാണ്. പക്ഷെ രാഷ്ട്രീയം വേറെ, ഇത് വേറെ. അപ്പൊ ഇതാണ് ഇവരുടെ സർവേ, ഇവരെടുത്ത മെത്തേഡാണ്. നമ്മളൊരു സർവേ നടത്തുമ്പോഴേക്കും സ്വാഭാവികമായി തന്നെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും നമ്മൾ അതിനെക്കുറിച്ച് പോട്ടെ, ഒരു സാമ്പിൾ സർവേ ആണ് എടുക്കുന്നത്, എല്ലാവരും ഒന്നും കാണാൻ പറ്റില്ല. ആ എടുക്കുന്നതിന് എന്തെങ്കിലും ഒരു തുല്യത പാലിക്കണ്ടേ? അതായത് ഈ UDFന് അനുകൂലമായി വോട്ട് കിട്ടുന്ന ഒരു അത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും തോന്നിയില്ല എന്നുള്ളതാണ്. ഒരു ഉളുപ്പില്ലാതാണ് പുള്ളി പറയുന്നത്. ഞാൻ ഇന്ന പഞ്ചായത്തിലാണ് പോയത്, അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചു. പക്ഷെ അപ്പൊ അവിടെ ബുദ്ധിമാനായ അഭിലാഷ് ചോദിക്കുന്നുണ്ട്, അത് ന്യൂനപക്ഷങ്ങൾ കൂടുതലല്ലേ, അപ്പൊ അവിടെ MNR റസാക്കിനല്ലേ വോട്ട് കിട്ടത്? ആ റസാക്കിന് കിട്ടില്ല എന്നൊരു അവസാനം പുള്ളി പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റസാക്ക് കൂടുതൽ വോട്ട് പിടിക്കുക. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ BJP ജയിക്കരുത്, പകരം ഈ BJP വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. റസാക്ക് ചിലപ്പോ ഇച്ചിരി വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ഇവർ നേരത്തെ പരിശോധിച്ച കലാഭവമണിയുടെ ഒരു ഭാഗം ഉണ്ട്. അതിൽ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ അവരത് പ്ലാൻ ചെയ്യുകയാണ്. റസാക്കിന് വോട്ട് കൊടുക്കരുത്, ന്യൂനപക്ഷങ്ങൾ എല്ലാം കൂടെ പിഷാരടിക്ക് കൊടുക്കണം. ഇതാണ് അത് ക്ലിയർ ആയിട്ട് പറയാം.
ഇനി പിന്നെ ഇത് കുറെ ബലാബലമുണ്ട്. എത്ര ബലാബലമാണെന്ന് അറിയാം. ഇത് ഒരു സർവേ നടത്താതെ ഇന്നലെ ഞാനും ധനുഷും കൂടി ഇവിടെ 12 മണ്ഡലങ്ങളുടെ കഥ പറഞ്ഞു. ഓർമ്മയുണ്ടോ ധനുഷിന്? ഇന്നലത്തെ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി ഇവരും 12 മണ്ഡലത്തിൽ ബലാബലമാണ്. ഏതൊക്കെ മണ്ഡലത്തിലെ ബലാബലം? നേമം ബലാബലം, കഴക്കൂട്ടം ബലാബലം. അങ്ങനെ BJPയും LDFും ഇല്ലെങ്കിൽ BJP UDF മത്സരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം ബലാബലം. പാലക്കാട് ബലാബലം. എന്നിട്ട് ബാക്കി എന്നാൽ പിന്നെ ഈ ബലാബലം മാത്രമല്ല, നേരിയ ഭൂരിപക്ഷം പറയുന്നുണ്ട് ഇവര്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇവർ നേരിയ ഭൂരിപക്ഷം പറയുന്നുണ്ട്. 2.5 നേരിയ എഡ്ജാണ്, 3.5 നേരിയ എഡ്ജാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. വോട്ടുകളില് ഈ ഫലം നിർണയിക്കാവുന്ന മണ്ഡലങ്ങൾ ഉണ്ടല്ലോ, ചെറിയ വോട്ടുകളിൽ ആര് വേണോ ജയിക്കാം എന്നുള്ള മണ്ഡലങ്ങളിൽ ഇവരുടെ ഒരു വലിയ കണ്ടെത്തലുണ്ട്. ഈ അവിടെ ഫലം എങ്ങനെ വേണമെങ്കിലും മാറാം, ആരും ജയിക്കാം. ഇതാണ് രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേരളത്തിലെ ഏതാണ്ട് ഒരു 35 മണ്ഡലങ്ങൾ, 35 അല്ല 40ഓളം മണ്ഡലങ്ങൾ 5000 വോട്ടിന്റെ അടുത്താണ് ഫലം നിശ്ചയിക്കുന്നത്. 5000 വോട്ടേ ഉള്ളൂ. ഈ 5000 വോട്ടിൽ 2500 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഫലം മാറി മറിയും. ഇതാണ് ഇത് നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയുക, പെയ്ഡ് സർവേകളാണ് ഈ പോകുന്നത്. അതായത് ഭയം ജനിപ്പിക്കുക, ജനങ്ങളുടെ സൈക്കോളജി നല്ല പൈസ ആയിട്ട് കാണും. പിന്നെ സൈക്കോളജിയിൽ മാറ്റം വരുത്തുക. അതായത് എന്താണ്, ജനങ്ങൾക്ക് തോന്നണം അതെ സർവേക്കാർ പറഞ്ഞു അപ്പം ഇവരായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത്. പക്ഷെ മാതൃഭൂമി സർവേ കണ്ടു കഴിഞ്ഞാൽ ജനത്തിന്റെ കിളി പോകും. ആര് വരുമെന്നൊരു ഉറപ്പില്ല അതിനകത്ത്. LDF ആണോ UDF ആണോ വെച്ചാൽ ആരും വരുമെന്ന് ഉറപ്പില്ല. ഏതായാലും ഇവരെല്ലാം ദൈവം സഹായിച്ച് BJPക്ക് 0 എന്ന് പറയുമ്പോൾ തന്നെ ഇവരെവിടെ പോയാണ് സർവേ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ, അരിയാഹാരം തന്നെയല്ലേ കഴിക്കും. നമ്മൾ വലിയ സർവേ നടത്തുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മൾ ഈ നാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നില്ലേ, നമ്മൾ പോയി കാണുന്നവരൊന്നും BJPക്കാരല്ലല്ലോ. തിരുവനന്തപുരത്ത് ഒരു ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ അതിൽ CIT ആണോ BMS ആണോ ഇനി ഒരു യൂണിയനുള്ള ആളാണോ നമുക്കറിയാൻ പറ്റത്തില്ല. ആ ഓട്ടോക്കാരോട് ഇരുന്ന് നാട്ടുവിശേഷം പറയുന്ന കൂട്ടത്തിൽ വോട്ട് വിശേഷം കൂടെ പറയില്ല നമ്മളോട്. ഇതാണ് കറക്റ്റ് പൾസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ സർവേ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. സർവേ എന്ന് പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ 2022 UP ഞാൻ പോയിരുന്നു. എന്റെ കൂടെ അന്ന് നമ്മുടെ സി ന്യൂസിന്റെ അവിടുത്തെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്റെ ഒപ്പം ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെയാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 2022 യോഗിക്കെതിരെ വലിയ അവിടെ വിമർശനം ഉയരുന്ന സാഹചര്യം. അതിന് പ്രധാന കാരണമുണ്ട്. യോഗി റോഡ് കൊണ്ടുവന്നു, എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളെ വെട്ടിമുറിച്ചു, ഗ്രാമങ്ങളില്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ കുറച്ച് ലോക്കൽ ജനങ്ങൾ, ഈ ഗ്രാമീണർക്കിടയിൽ ഒരു വലിയ പ്രതിഷേധമുണ്ട്. അതുപോലെ അയോധ്യയും വാരണാസി അടക്കം കടകൾ പൊളിച്ചിട്ടതിൽ അവിടെ കടക്കാർക്ക് അങ്ങനെയുള്ള കുറച്ച് പ്രതിഷേധം. അപ്പൊ കുറെ ഒരു ഭരണവിരുദ്ധ വികാരമല്ല, യോഗിയുടെ ഈ നടപടികളോടുള്ള വലിയ എതിർപ്പുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് അവിടെ നമ്മുടെ ശ്രീമാൻ രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന അഖിലേഷ് യാദവും കൂടെ ഒരു ബസ് പിടിച്ചിട്ട് ബസ്സിന് മുകളിൽ നിന്ന് ഇവർ പ്രസംഗിക്കും, ഇവരുടെ ഒരു യാത്ര പോകുന്നു. അപ്പം ഇദ്ദേഹം ഡൽഹിയിലാണ്. എന്റെ സുഹൃത്ത് മലയാളിയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര മുന്നേറ്റമാണ്. ഇതിനും നമ്മൾ 2017 ഒന്നും കാണാത്ത ഒരു മുന്നേറ്റം, ഭയങ്കര ആള് കൂടുന്നുണ്ടല്ലേ ഇതെന്ന്. അപ്പൊ ഞാനും ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ആളാണ്. കാരണം നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നന്നായിട്ട് ഡൽഹി വർക്ക് ചെയ്യുന്ന ആളാണ്. സി ന്യൂസ് എന്ന് പറയുന്നത് ദേശീയ ചാനലുമാണ്. ഞാനൊന്നും മിണ്ടിയില്ല, ഇങ്ങനെ പോകുന്നു. ഞാൻ പോയിട്ട് ഈ ഞങ്ങളൊന്ന് UPയുടെ മധുര തൊട്ട്, അതായത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ UP തൊട്ട് വാരണാസി വരെ നമ്മൾ യാത്ര ചെയ്തു. കിഴക്കൻ മേഖല വരെ യാത്ര ചെയ്തു. സമസ്ത മേഖലയിൽ യാത്ര 8 ദിവസം എടുത്തിട്ടാണ് ആ യാത്ര ഞങ്ങൾ പൂർത്തിയായി. കാറിലാണ് പോകുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അവിടുത്തെ വഴിയോര കച്ചവടം, ചായവാലാസിന്റെ അടുത്ത്, അതുപോലെ തന്നെ ഈ പച്ചക്കറി നിൽക്കുന്നിടത്ത് ആൾക്കാരുടെ അടുത്ത്, ഓട്ടോക്കാരുടെ അടുത്തൊക്കെ വെറുതെ ലോഹ്യം ചോദിക്കുകയാണ്. ആർക്ക് വോട്ട് ചെയ്യുമെന്നല്ല നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ എങ്ങനെയുണ്ട്, ഗുണ്ടാരാജ് ഉണ്ടോ ഇപ്പോഴും? അയ്യോ ഇല്ല, യോഗി മിടുക്കനാണ് കേട്ടോ, അതിനകത്തൊക്കെ മിടുക്കനാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ? അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സ്ത്രീ ജനങ്ങൾ കൂടുതലും ഈ യോഗിയുടെ സെക്യൂരിറ്റി മീൻസ് ഈ സ്ത്രീ ജനങ്ങൾക്ക് ഉള്ള കരുതലുണ്ടല്ലോ, അതിനാണ് അവർ കൂടുതൽ ഇത് കൊടുക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇവിടെ BJP ജയിക്കും, നിങ്ങൾ നോക്കിക്കോ. കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം പേരും ഒറ്റ വാക്കിൽ ഒരാൾക്ക് പോലും എതിർപ്പില്ലാതെ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, ക്രമസമാധാനം യോഗി പക്കയാക്കി. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു കടക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ചോദിച്ചു, ഇവിടെ ഗുണ്ടാരാജൊക്കെ ഇപ്പോൾ, കാരണം എനിക്ക് UP അറിയാത്തതല്ലോ, ഞാൻ ഇതിനു മുമ്പ് UP പോയിട്ടുള്ളത് എനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും ഗുണ്ടാരാജൊക്കെ ഉണ്ടോ? അയാൾ എന്നോട് ചോദിച്ചത്, നിന്റെ പുറകിൽ നീ ഒരു നിഴല് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊന്ന് മനസ്സിലായി, ആ നിഴല് യോഗിയാണ്. എല്ലാവരുടെയും പുറകിൽ ഒരു നിഴലുണ്ട്, ആ നിഴല് യോഗിയാണ് എന്ന്. കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സംഭവങ്ങളൊന്ന് പറയാം. ഞാനത് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണിത്. ഞങ്ങൾ മധുരയിൽ പോയി, മധുരയിൽ പോയി, നമുക്ക് ID കാർഡുണ്ട്, എല്ലാം ഉണ്ട്. മധുര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അപ്പൊ അതിന്റെ തലേദിവസം യോഗി വന്നിരുന്നു. അവിടെ യോഗിയുടെ ഒരു പരിപാടി നമ്മൾ കവർ ചെയ്തിരുന്നു. അതിനടുത്ത് തന്നെയായിരുന്നു മീറ്റിംഗിന് യോഗി വന്നിരുന്നു. കവർ ചെയ്തിട്ട് നമ്മൾ പോയി ഷൂട്ട് ചെയ്തു, ക്ഷേത്രം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ID കാർഡൊക്കെ ഞങ്ങൾ കാണിച്ചു. അവരൊന്നും മിണ്ടിയില്ല. മലയാളികളാണെന്നവർക്ക് മനസ്സിലാവുമല്ലോ സ്വാഭാവികമായിട്ട് തന്നെ.
ഉടൻ തന്നെ അവരോടൊന്ന് ഇച്ചിരി കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ വനിതാ പോലീസുകാരെ നമ്മുടെ കൂടെ വിട്ടിട്ടുണ്ട്. ഇവര് നമുക്ക് നന്നായിട്ട് അറിയാം ഇവര് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. 4 വശം ഉണ്ടത് അവരുണ്ട്. ആ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് വനിതാ പോലീസുകാർ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവര് പിന്നെ നമ്മളോട് സ്നേഹത്തിൽ തന്നെ കേട്ടോ വളരെ ലോഹിയൊക്കെ ചോദിച്ചു, കേരളത്തെക്കുറിച്ച് വിശേഷമൊക്കെ ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു വന്ന് അവസാനം അവർക്ക് മനസ്സിലായി നമ്മള് ഷൂട്ടിന് വന്നാണ് വേറെ ഉദ്ദേശമൊന്നും. എന്നിട്ട് അവരാണ് ഒരു വഴി പറഞ്ഞത്. അതിനകത്ത് മസ്ജിദ് ഉണ്ടായിരുന്നു. മസ്ജിദ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഈ ക്ഷേത്രം നമ്മളതിലുണ്ട് എന്റെ വിഷ്വൽസ്. മസ്ജിദ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് അവിടം തൊട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വാഹനം ഞങ്ങൾ തിരിച്ചെത്തുന്നവരെ എവിടൊക്കെ ചെക്ക് പോസ്റ്റ് ആണോ അയാൾ വന്നിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം കേരളത്തിൽ നിന്നുള്ള ജേർണലിസ്റ്റുകളാണോ എന്ന് ചോദിക്കുന്നത്. അവരെന്താ കബഡി വാരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് അത് നോക്കണം. ആ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംസ്ഥാനമാണ്. ആ മധുരയിൽ നിന്ന് തുടങ്ങിയ ഞങ്ങളുടെ യാത്രയിൽ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇലക്ഷൻ ടൈമല്ലേ, കൈ കാണിച്ച് നിർത്തുന്നുണ്ട് വണ്ടി. കാരണം ഞങ്ങളതിന് സ്റ്റിക്കർ ഉണ്ട്, മീഡിയയുടെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ പോലും കൈ കാണിച്ച് നിർത്തുന്നുണ്ട്. വണ്ടിയുടെ നമ്പർ ആദ്യം നോക്കും. വന്നിട്ട് അവർ ആദ്യം ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് വന്നതാണ് അല്ലേ, മീഡിയ പേഴ്സൺസ് ആണ് അല്ലേ. കാരണം ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലോ എന്ന് അറിയത്തില്ല. പക്ഷെ അവർ കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം എല്ലായിടത്തും ഉണ്ട്. ലക്നൌവിൽ ചെന്നപ്പോഴും ഉണ്ട്, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ പോകുന്നതോ ലക്നൌവിൽ BJPയുടെ ഹെഡ് ഓഫീസിലായിരുന്നു പോകുന്നത്. അവിടെ പോയി ഞങ്ങൾ രാവിലെ തൊട്ട് ഉച്ചവരെ ഇരിക്കുന്നു. ഇവിടെ എല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതേ കണക്കുള്ള ഒരു വലിയൊരു നിഴല് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ യോഗി ജയിക്കും, 100% ഉറപ്പ്. ഇവര് കാണിക്കുന്നത് വെറും പ്രഹസനമാണ്, ഇതിനകത്ത് വോട്ട് കിട്ടില്ല, ഇത് ഷോ മാത്രമാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ പൾസ് അറിയാൻ ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ പിന്നെ പള്ളി പിരിയുമ്പോൾ ചെന്നിട്ട് ചോദിക്കുകയാണ് ആർക്ക് വോട്ട് ചെയ്യുന്ന വെച്ചാൽ അവരാർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്, UDF-നായിരിക്കും വോട്ട് ചെയ്യുന്നത് അല്ലെ. അമ്പലത്തിൽ പരിപാടിക്ക് വരുന്ന കുറച്ചുകൂടെ ചോദിച്ചാൽ അവർ BJP എന്ന് പറയും, കുറച്ച് പേര് പറയും മതേതര ഹിന്ദുക്കൾ കൂടുതലുള്ളവർ അവർ LDF ഒക്കെ പറയുമായിരിക്കും. അപ്പൊ ഇങ്ങനെ പോയിട്ടല്ല സർവേ എടുക്കേണ്ടത്. അതായത് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഒരാളുടെ നിന്നിട്ട് നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്ന ചോദിച്ചാൽ പാർട്ടി കേഡർമാർ പറയും ഞങ്ങൾ ഇന്ന ആൾക്കാണ് പറയും, BJP-ക്കാരാണോ BJP-ക്കാണെന്ന് പറയും, കമ്മ്യൂണിസ്റ്റാണോ അല്ലാത്ത ഒരാൾ പറയുമോ? പറയില്ല, ഒരാളും പറയില്ല. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നമ്മളൊരു കാര്യം ചോദിച്ച് ഒന്നും വേണ്ട ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചേ ഉടൻ പറയുമോ മറുപടി? പറയില്ല. ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും പറയില്ല. സൈക്കോളജി, ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. അതിനൊരു ഒരു ടൈമുണ്ട്. അനുദിനം പറയുന്ന ഒരു സൈക്കോളജിയാണ് ഇലക്ഷൻ. അനുനിമിഷം പറയുന്ന ഒരു സൈക്കോളജിയാണ്. ഇന്നിപ്പോ രാവിലെ ഞാൻ തീരുമാനിക്കുന്നത് CPM വോട്ട് ചെയ്യാം. അപ്പോഴായിരിക്കും പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ഇല്ലെങ്കിലായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്തെങ്കിലും ഒരു കൊള്ളതായി കാണിക്കുന്നത്. ഉച്ചയാകുമ്പോൾ എന്റെ നിലപാട് മാറും. ഞാൻ വിചാരിക്കും UDF-ന് ചെയ്യാമെന്ന്. അപ്പോഴായിരിക്കും VD സതീശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്, എന്നാ ഇവന്മാരും വേണ്ട BJP ആട്ടെ എന്ന് നമ്മൾ കരുതും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സൈക്കോളജിയുടെ മുകളിൽ കയറിയിരുന്ന് ഇവർ നടത്തുന്ന ഒരു പ്രകസനം. അത്യാവശ്യം പൈസ കിട്ടുന്ന ഒരു ഏർപ്പാടാണ് ഈ പറയുന്ന സർവേകൾ, പെയ്ഡ് സർവേകളെന്ന്. പെയ്ഡ് സർവേ എന്ന് തന്നെ പറയേണ്ടി വരും. സർവേക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അതിന്റെ ഒരു ലോജിക് ഉണ്ട്. ഈ ലോജിക് ഒന്നും ഇല്ലാതെ ഇപ്പൊ എത്രയോ സർവേകളാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ ബിഗ് TV എന്നൊരു സർവേ നടത്തുന്നു, അവരാരൊക്കെയാണ് ജയിപ്പിക്കുന്നത് തോൽപ്പിക്കുന്നത് നമുക്കറിയില്ല. ഇതിനകത്ത് രസകരമായ കാര്യം, കേരളത്തില് ഇതുവരെ സർവേ നടത്തിയ ഒരു ടീമും കൃത്യമായ ഒരു നമ്പറിൽ ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നില്ല. അതിൽ നിന്ന് തന്നെ എന്ത് വ്യക്തമാക്കാം? സംസ്ഥാനത്ത് പലയിടത്തും ത്രികോണപ്പോരെന്നല്ലേ പറയാൻ പറ്റുന്നത്. മുൻപൊക്കെ സർവേ നടത്തുമ്പോൾ നമുക്ക് 2 മുന്നണിയിലെ പറയാൻ പറ്റും, ഒന്നുകിൽ LDF വരും അല്ല UDF വരും. ഇപ്പോഴവർ പറയുന്നില്ലല്ലോ. അത് ഒരു ക്ലിയർ എഡ്ജ് ഇവർ പറയുന്നില്ല. മാധവി പറഞ്ഞില്ല, ഏഷ്യാനെറ്റ് പറഞ്ഞില്ല, പിന്നെന്താ വേറെ ആരൊക്കെ നടത്തുന്നത് എനിക്കറിയില്ല. ബിഗ് TV പറഞ്ഞിട്ടില്ല, മനോരമ പറഞ്ഞു. ഇവരാരും ഒരു ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് തരുന്നില്ല. ഇവരിങ്ങനെ അടുത്തടുത്താണ് പറയുന്നത്. അതായത് അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം. മറ്റേ കലാഭമണി പറയുന്നതൊക്കെയാണ്. അതേപോലെ തന്നെയാണ് ഇത്. രണ്ടെണ്ണം അങ്ങോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എന്റെ അർത്ഥം മൂന്നാമതൊരു കക്ഷി ഇവിടെയുണ്ട്, അവർക്ക് പവറുണ്ട്. ഒരു 30 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണപ്പോരാണ്. ആ 30 മണ്ഡലങ്ങളിൽ നമ്മൾ ജയിക്കുമെന്നല്ല നമ്മൾ പറയുന്നത്. ഈ 30 മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ട് വളരെ വളരെ നിർണായകമായ ഒരു വോട്ട് തന്നെയായിരിക്കും. BJP-യാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഇലക്ഷന്റെ ഒരു വലിയ പവർ എന്ന് തന്നെ പറയാം. അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതായത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെക്കാളും ശക്തമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം BJP-ക്കാണുള്ളത്. BJP വിചാരിച്ചു കഴിഞ്ഞാൽ BJP ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു 2000-5000 വോട്ട് അധികം പിടിച്ചാൽ ആ മണ്ഡലത്തിലെ LDF-ഓ UDF-ഓ തോക്കുകയോ ജയിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി നേരെ മറിച്ച് BJP-ക്കാർ കുറച്ചു പേര് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാറി വോട്ട് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി മോശമായതുകൊണ്ട് ഇല്ല വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, മാറി വോട്ട് ചെയ്താൽ പോലും സർവേകൾ അടപടലം തെറ്റും. അതായത് BJP ഒരു റിയൽ ഫാക്ട് ആണ്. കേരളത്തിൽ 15000 വോട്ടിന് മുകളിലുള്ള 93 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. 80-ലേറെ മണ്ഡലങ്ങളിൽ 20000 വോട്ട് അവർക്കുണ്ട്. ഇത് ഞാൻ പറയുന്ന പഴയ ഡേറ്റ വെച്ചിട്ടാണ്. പുതിയ ഡേറ്റ വരുമ്പോഴേക്കും BJP ഒരു നിർണായക ശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊരു ക്ലിയർ പറയാൻ കഴിയുന്നില്ല ഇവർക്ക്. കാരണം നമ്മൾ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചയല്ല. ഏതായാലും ഞാൻ ഈ സർവേകളൊന്നും തള്ളി പറയുന്നൊന്നുമില്ല, അതൊക്കെ അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ഇത് കാണുമ്പോഴത്തേനും ഈ സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ ലോജിക്കിന് നമ്മൾ ഒരു സാമാന്യ ബുദ്ധിയുണ്ടല്ലോ,
ആ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു സർവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർവേകളൊക്കെ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകുന്ന മനോരമ പറഞ്ഞതാ, മുരളി രവം, സുനിലേട്ടൻ 2ാമത്, സുരേഷ് ഗോപി 3ാമത്. ആ സുരേഷ് ഗോപിയാണ് ഇപ്പൊ കേന്ദ്രമന്ത്രി. അത് 1-2 വോട്ടിലല്ല, 75,000 വോട്ടിനാണ് ജയിച്ചത് അദ്ദേഹം, ഭൂരിപക്ഷം. ഇനി പിന്നെ ഹരിയാന കോൺഗ്രസ് തീരും, മഹാരാഷ്ട്ര അല്ല BJP തീരും, മഹാരാഷ്ട്ര BJP തീരും, ദില്ലിയിൽ ആം ആദ്മി കയറും. എന്നിട്ട് എവിടെങ്കിലും കയറിയോ? ബീഹാർ തീർന്നു, തരിപ്പണമായി, BJP ഇല്ല. എന്തായി? അവിടെ ബാക്കി പ്രതിപക്ഷം ഇല്ലാതായിപ്പോയി. ഇതാണ് ഇവരുടെ സർവേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനമനസ്സുകളെ മനസ്സിലാക്കാൻ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ സർവേ നടത്തുന്ന ഏജൻസികൾക്ക് കഴിയാതെ വരുമ്പോഴാണ് ഈ സർവേ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. പണ്ടെന്ന് 10 വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ സോപ്പും മറ്റുള്ള സാധനങ്ങൾ ഇറക്കുമല്ലോ, നമ്മൾ കുളിക്കുന്ന സോപ്പ്, ഷാമ്പു ഒക്കെ, അത് സർവേ നടത്തി തന്നെയാണ് അവർ പുറത്തു വിടുന്നത്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, കേരള മില്ലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 10-20 കൊല്ലം മുമ്പാ ഈ എറണാകുളത്തോടൊക്കെ നമ്മൾ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനടുത്തൊക്കെ പിള്ളേര്, ഈ കുട്ടികൾ MBA ഒക്കെ പഠിക്കുന്ന പിള്ളേര്, കുട്ടികൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും. ആ ക്വസ്റ്റ്യനകത്തുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മണം, പതയുള്ള സോപ്പാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് ഇവർ സർവേ ആണ് നടത്തുന്നത്. ഇതിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഏത് സ്മെല്ലാണ് ഇഷ്ടപ്പെടുന്നത്, പതയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പതയാത്ത സോപ്പാണോ ഇഷ്ടം, ഇതിന്റെ ഒരു ഇതെടുക്കും. ആ എടുത്തതിന് ശേഷം ആണ് ഇവര് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും വിപണിയിൽ ഇറക്കുന്നത്. അതായിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്താണ്, ഒരു കമ്പനിയും ഇതുകണക്കുള്ള ഏജൻസികളെ വെക്കുന്നില്ലല്ലോ, വിശ്വാസ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറയുന്ന ഇലക്ഷൻ സർവേ നടത്തുന്ന ഏജൻസികളൊക്കെ ഇലക്ഷൻ സർവേ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളല്ല. പകരം ഈ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ സീ വാട്ടറിന്റെ ആയാലും, പിന്നെ സീ വാട്ടറൊക്കെ ഇലക്ഷനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മറ്റ് സർവേ ഏജൻസികൾക്കൊക്കെ വെബ്സൈറ്റിൽ പോയാൽ അറിയാം അവരെന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നത്. ഈ പറയുന്ന കോറെന്ന് പറയുന്ന ഏജൻസിയുടെ വെബ്സൈറ്റ് നമ്മളാരും കണ്ടിട്ടില്ല, അവരെന്തൊക്കെ സർവീസ് കൊടുക്കുന്നു അറിയത്തില്ല. സാധാരണ കുറഞ്ഞ പക്ഷം സർവേ നടത്തുന്ന ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ടൈറ്റായിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ ആര് ജയിക്കും തോക്കുമെന്നാണ്, അല്ലേ? അതായത് കേരളത്തിൽ അതാണ് സർവേ ഫലം. അതാണ് നമുക്ക് അറിയേണ്ടത്. നിയമത്തിൽ എന്ത് സംഭവിക്കാം, ഇല്ലെങ്കിൽ പാലക്കാട് അതാണ് ജനത്തിന് അറിയേണ്ട കാര്യങ്ങൾ. അതല്ലാതെ ഒരു കാടും പടർപ്പും തല്ലിയിട്ട് പറയുന്ന കാര്യത്തിൽ എന്തറിയാനാണ്? ഈ സർവേയിൽ ഒന്നും പറയുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, സർവേകളുടെ ഒരു കാലഘട്ടം പോയിരിക്കുന്നു, സർവേകൾ പരാജയപ്പെടും. ഇനി അടുത്തൊരു സർവേ വരും, എക്സിറ്റ് പോൾ, അതൊരു സർവേ വരാൻ കിടക്കുകയാണ്. ഇനി ഇതിനേക്കാൾ വലിയ സർവേ ഇനി വരാൻ പോകുന്നു. ഈ 9-ാം തീയതി കഴിയുമ്പോൾ എല്ലാ മാധ്യമങ്ങളും കുറെ റിപ്പോർട്ടായിട്ട് ഇറങ്ങും. പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട്, NIAയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്, EDയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്, സകലമാന പേരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്, പിന്നെ BJPയുടെ കോർ കമ്മിറ്റിക്ക് അകത്തുള്ള റിപ്പോർട്ട്, CPMന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് അകത്തുള്ള റിപ്പോർട്ട്. കുറച്ച് ദിവസം തള്ളിക്കൊണ്ട് പോകണമല്ലോ, 9-ാം തീയതി കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഞ്ഞി പിടിച്ച് പോകണം. അപ്പൊ അതുകൊണ്ട് അടുത്ത ദിവസം അടിക്കുന്നത് BJPയുടെ റിപ്പോർട്ട് ചോർന്നു, നിയമത്താര് ജയിക്കും, ഇതായിരിക്കും ഹെഡിങ്. ഇത് വെച്ചിട്ട് കുറെ ഓൺലൈൻ ചാനൽസ് വാർത്തയടിക്കും, മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്തയടിക്കും. ഇതാണ് ഇനി ഈ ഇലക്ഷന്റെ റിസൾട്ട് അറിയാൻ പോകുന്ന 4-ാം തീയതി വരെ കഞ്ഞി പിടിക്കാനുള്ള ഒരു മാർഗം. 4-ാം തീയതി കഴിയുമ്പോൾ റിസൾട്ട് വരുമല്ലോ, ഓപ്പൺ ആയിട്ട് വരും. 4-ാം തീയതി കഴിഞ്ഞ് പിന്നുള്ള മാർഗം അനാലിസിസിലേക്ക് പോവുകയാണ്. അവിടെ വോട്ട് കുറഞ്ഞു, ഇവിടെ മറിച്ചു, ഇവിടെ തിരിച്ചു, അതൊരു ഒരാഴ്ചക്കാലം അത് ഓടിച്ചോണ്ട് പോകും. അപ്പോഴത്തേനും മഴ വരും, പ്രകൃതിക്ഷോഭം, പ്രകൃതി ദുരന്തം, അതിന്റെ കഥയും പറഞ്ഞ് പിന്നെ പറയും ജൂൺ ജൂലൈ ഒക്കെ മഴയാകുമല്ലോ. അതേപോ ഇതാണ് ഇതിന്റെ ഒരു സീസൺ എന്ന് പറഞ്ഞത്. നമുക്കൊക്കെ ഈ പണി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും സർവേകൾ വിജയിക്കട്ടെ. എല്ലാവരും എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ സർവേയുടെ വിഷ്വൽസും സർവേയുടെ വാർത്തകളും കൃത്യമായി തന്നെ സ്ക്രീൻഷോട്ടും മറ്റും എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴും ഈ ടീമുകളൊക്കെ വീണ്ടും വരും. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്, അന്ന് നിങ്ങൾ പറഞ്ഞ സർവേ എന്താ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്തിനാണോ വോട്ട് ചെയ്യാൻ പോകുന്നത്, എന്തിലാണോ നിങ്ങൾ ഉറച്ചൊരു നിലപാടെടുത്തിരിക്കുന്നത്, ആ നിലപാടിൽ ഉറച്ചു ചെയ്യുക. ഞാനൊക്കെ വോട്ട് ചെയ്യുന്ന പ്രസ്ഥാനം ജയിക്കുമെന്ന് കരുതി വോട്ട് ചെയ്യുന്നതല്ല ഞാൻ. അത് ജയിക്കുന്നവരെ ഞാൻ വോട്ട് ചെയ്യും അവർക്ക്. അതാണ് എന്റെ നിലപാട്. അങ്ങനെ ഒരു ഉറച്ച നിലപാട് നമ്മൾ എടുത്താൽ ജയിച്ചു വരാനുള്ളതേ ഉള്ളൂ. അല്ലെ, ഞാൻ വോട്ട് ചെയ്ത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ആദ്യം വോട്ട് ചെയ്യുമ്പോൾ 750 വോട്ടാണ് BJPക്ക് ഈ അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അവർക്ക് 21,000 വോട്ടുണ്ട്. ഞാനത് അവർ ജയിക്കുന്നവരെ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഞാൻ മരിച്ചു പോയാൽ എന്റെ അടുത്ത തലമുറ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ നിലപാടെടുക്കുക, ഉറച്ച് മുമ്പോട്ട് പോകുക. നമുക്ക് ഭരണവിരുദ്ധ വികാരങ്ങൾ ആരാണോ നമുക്ക് വേണ്ടത്, നല്ല ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഉറച്ച നിലപാടാണത്. കാരണം നമ്മുടെ വോട്ടിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പ്രേക്ഷകർ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ജയിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഒരു മണ്ഡലത്തിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ഞാൻ പച്ചക്കറി ഞാൻ പറയാം. BJPക്ക് ഒരു 25,000 വോട്ട് ഒരു നിയോജക മണ്ഡലത്തിലുണ്ടെങ്കിൽ അത് അവിടെ BJPയുടെ പവറാണ് കാണിക്കുന്നത്. ആ മണ്ഡലത്തിൽ BJPയെ വെല്ലുവിളിക്കാനായിട്ട് മറ്റൊരാൾ മുമ്പോട്ട് വരില്ല. കാരണം 25,000 വോട്ടിന്റെ പിൻബലത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ആ മണ്ഡലത്തിൽ. അപ്പൊ ഒരു മണ്ഡലത്തിൽ ഒരു വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ ആ പാർട്ടിയുടെ സ്വാധീനം കുറയുന്നു എന്നുള്ളതാണ്. ഒരു വോട്ട് കുറയുകയല്ല വേണ്ട, കൂടുകയാണ് വേണ്ടത്.
ജയിക്കുകയോ തോക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം ഈ പറയുന്ന ടീമുകളൊക്കെ അല്ലേ നമ്മൾ 60 കൊല്ലം ജയിപ്പിച്ച് വിട്ടിരുന്നത്. എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവരൊക്കെ ജയിച്ചു പോയിട്ട് നമ്മളെ കണ്ടിട്ടുണ്ടോ? നമ്മളെ നോക്കി ചിരിച്ചിട്ടുണ്ടോ? നമ്മളെ നോക്കി കൈവീശി കാണിച്ചിട്ടുണ്ടോ? ഇലക്ഷൻ സമയത്ത് വണ്ടി കൂടെ പോയി കൈവീശി കാണിച്ചല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുക, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുക. നമ്മുടെ ഒരു വോട്ടാണെങ്കിൽ അന്തസ്സോടെ പറയാൻ പറ്റണം, തോക്കുന്നവന് തന്നെയാണ് ഞാൻ വോട്ട് കൊടുത്തത്, എന്റെ നിലപാടാണ്, നിങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടാണ് വോട്ട് കൊടുത്തത്. ആ 25,000 വോട്ടിൽ എന്റെ വോട്ടുണ്ട്. നിങ്ങൾ ജയിച്ചതിനകത്ത് ഒരു പക്ഷേ എന്റെ വോട്ട് കാണില്ലായിരിക്കാം, ഇതിനകത്തുണ്ട്, ഇതെന്റെ നിലപാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം അന്തസ്സോടെ ജീവിക്കാൻ പറ്റും. കാരണം ഞാനത് എതിർത്ത് വോട്ട് ചെയ്തവനാണ്. എനിക്കൊരു കുന്തവും വേണ്ട, ഒന്നും കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ്. വോട്ട് ചെയ്താലും ഒന്നും കിട്ടില്ല, വോട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഒന്നും വേണ്ടാതെ നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്തവനാണെന്ന് ഒരു അന്തസ്സോടെ ജീവിക്കാൻ മേലെ. ഇതാണ് വേണ്ടത്. എന്തായാലും ഈ സർവേ ഫലങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ ദയനീയമാണ്. ഓൺലൈൻ മഞ്ഞപ്പത്രങ്ങളെക്കാട്ടിലും നിലവാരം താഴ്ന്ന ഒരു രീതിയിലാണ് സകല സർവേ ഫലങ്ങളും പോകുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സർവേ ഫലങ്ങളൊന്നും യഥാർത്ഥത്തിൽ സർവേ ഫലങ്ങളല്ല. ജനാധിപത്യത്തിൽ ജനങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് ഒരുപാട് ആൾക്കാർ വളഞ്ഞിരുന്നു കൊണ്ട് തീരുമാനിച്ചുറപ്പിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇവരാണ് ജയിക്കാൻ പോകുന്നത്, നിങ്ങൾ അവർക്ക് വോട്ടിട്ടിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ട് ഇവർക്ക് വോട്ടിട്ട നിങ്ങളുടെ വോട്ട് പാഴാകില്ല, ആ ഒരു സൈക്കോളജിയെ മുതലെടുക്കാനുള്ള ഒരു മാർഗമായി മാറിയിരിക്കുന്നു സർവേ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു.